അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സുരക്ഷിതൻ ആയിരിക്കില്ല എന്ന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഇറാൻ. ഫ്ലോറിഡയിലെ തന്റെ ആഡംബര വസതിയിൽ സൂര്യപ്രകാശമേറ്റ് കിടക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിനുമേൽ ആക്രമണം ഉണ്ടായേക്കാമെന്നും ട്രംപിന്റെ പൊക്കിളിൽ ഒരു ചെറു ഡ്രോൺ ചെന്നിടിച്ചേക്കാമെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ മുതിർന്ന ഉപദേഷ്ടാവ് ജവാദ് ലാരിജാനി പറഞ്ഞു. ഇനി മാർ എ ലാഗോയിൽ സ്വസ്ഥമായി സൂര്യപ്രകാശമേറ്റ് കിടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു കാര്യം ട്രംപ് ചെയ്തു. സൂര്യന് നേരെ വയറുന്തി കിടക്കുമ്പോൾ ഒരു ചെറു ഡ്രോൺ അദ്ദേഹത്തിന്റെ പൊക്കിളിൽ വന്നിടിച്ചേക്കാം. ഇത് വളരെ സിമ്പിളാണ്. മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥൻ ജവാദ് ലാരിജാനി പറഞ്ഞു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മുതിർന്ന ഉപദേഷ്ടാവും ഇറാനിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവും കൂടിയാണ് ജവാദ് ലാരിജാനി. ഇറാനിയൻ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞതെന്ന് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു. ആയത്തുള്ള അലി ഖമേനിയെ പരിഹസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നവർക്കെതിരായ പ്രതികാരമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതിലൂടെ പൊതുജനങ്ങളിൽ നിന്ന് വ്യാപക ധനസമാഹരണം നടത്തുകയും ചെയ്തു. ഇതുവരെയായി $40 മില്യൺ സമാഹരിച്ചെന്നാണ് റിപ്പോർട്ട്. $100 മില്യൺ ശേഖരിക്കുക എന്നതാണ് ഈ സംഘത്തിന്റെ ലക്ഷ്യം. അലി ഖമേനിയുടെ ജീവന് ഭീഷണി ഉയർത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഏതൊരാൾക്കും ഞങ്ങൾ ഈ സമ്മാനം നൽകുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് വെബ്സൈറ്റിലെ സന്ദേശം. ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിനും വെടിനിർത്തലിനും പിന്നാലെ ഇറാനിലെ ഷിയ പുരോഹിതർ ട്രംപിനും നെതന്യാഹുവിനുമെതിരെ ഫത്വ പുറപ്പെടുവിച്ചിരുന്നു. ദൈവത്തിന്റെ ശത്രുക്കളെന്നായിരുന്നു ട്രംപിനെയും നെതന്യാഹുവിനെയും വിശേഷിപ്പിച്ചത്. ഇവർക്കെതിരെ ആഗോളതലത്തിൽ മുസ്ലിങ്ങൾ നടപടിയെടുക്കണമെന്നും ഫത്വയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്കയും ഇടപെട്ടിരുന്നു. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. തുടർന്ന് ഇറാൻ അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞു. ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെ വെടിനിർത്തലിനായി അമേരിക്ക ഇടപെടുകയും തുടർന്ന് 12 ദിവസം നീണ്ട സംഘർഷത്തിന് അയവ് വരികയുമായിരുന്നു. അതേസമയം ഇസ്രയേലിൽ വ്യോമതാവളങ്ങളും ആയുധപ്പുരകളും നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇസ്രയേലിനുള്ള US സൈനിക പിന്തുണയുടെ ഭാഗമായാണ് ഇതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇസ്രയേലി വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സൂക്ഷിക്കുന്നതിനായി വ്യോമതാവളങ്ങളും ആയുധ സംഭരണ കേന്ദ്രങ്ങളും ഉൾപ്പെടെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ $250 ദശലക്ഷം ചെലവഴിച്ചുള്ള പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ വരാനിരിക്കുന്ന പദ്ധതികളുടെ ചെലവ് $1 ബില്യൺ മുകളിലെത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പദ്ധതിയുടെ കോൺട്രാക്ട് ഏറ്റെടുക്കാൻ വിവിധ കോൺട്രാക്ടർമാരിൽ നിന്നുള്ള ക്ഷണം ജൂണിൽ നടത്തേണ്ടിയിരുന്നു. എന്നാൽ ഇസ്രയേൽ ഇറാൻ സംഘർഷം കാരണം ഇത് മാറ്റിവെക്കുകയായിരുന്നുവെന്ന് ഇസ്രയേൽ വാർത്താ ഏജൻസിയായ ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രയേലി സൈനിക വിമാനത്താവളങ്ങൾക്കായുള്ള കോൺക്രീറ്റ് ഘടനകൾ നിർമ്മിക്കാനും വെടിമരുന്ന് ഡിപ്പോകളും വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള സൗകര്യങ്ങളും നിർമ്മിക്കാൻ US ആർമി കോർപ്സ് ഓഫ് എഞ്ചിനീയേഴ്സ് കരാറുകാരെയാണ് ഉപയോഗിക്കുന്നത്. വ്യോമതാവളങ്ങളിൽ ഉൾപ്പെടെയുള്ള കെട്ടിട അറ്റകുറ്റപ്പണികൾ നടത്താൻ US കരാറുകാരെ അന്വേഷിക്കുന്നുണ്ടെന്നും ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.